നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 24, 2026 ചൊവ്വ. അങ്ങനെ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ പോലെ തന്നെ ഇന്നും ഇന്ത്യൻ മാർക്കറ്റിന് അതിശക്തമായ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടുകയുണ്ടായി. തൽഫലമായി തുടർച്ചയായ 2 ട്രേഡിംഗ് സെഷനുകളിലെ നേട്ടത്തിന് ശേഷം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് അതിശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് അതിശക്തമായ ഒരു നഷ്ടം നേരിടേണ്ടി വന്നതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്തതുപോലെ തന്നെ ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഇന്ന് ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. തൽഫലമായി ഇന്ന് നിഫ്റ്റിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ 3 തവണ ടെസ്റ്റ് ചെയ്യപ്പെട്ട വീക്കിലി ലോ ആയ 25,400 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടും വന്നു. എങ്കിലും 25,327 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചു. എന്നാൽ അതേസമയം ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്ന് നിഫ്റ്റിയുടെ ഡേ ഹൈയും. തൽഫലമായി 288 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 25,424 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 1068 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 216 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എങ്കിലും ബാങ്ക് നിഫ്റ്റിക്ക് ഇന്നും 61,000 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി മാർക്കറ്റിലുണ്ടായ ശക്തമായ ഇടിവിനെ തുടർന്ന് NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 835 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായുള്ളൂ. അതേസമയം 2,102 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ നിഫ്റ്റി ഐടിക്കാണ് ഇന്ന് ഏറ്റവും വലിയ ഇടിവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായത്, 4%. അതേസമയം നിഫ്റ്റി റിയാലിറ്റിക്ക് 2% നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. മെറ്റൽ, ഫാർമ, PSU ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ്, എനർജി തുടങ്ങിയ മേഖലകൾക്ക് 0.5% മുതൽ 1% നേട്ടവും കൈവരിക്കുവാനായി ടെക് മഹേന്ദ്ര, ഇറ്റേണൽ, ഇൻഫോസിസ്, TCS, HCL ടെക്നോളജീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ HUL, സൺഫാർമ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, NTPC, JSW സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. ബോർഡർ മാർക്കറ്റ്സുകൾക്കും ഇന്ന് അതിശക്തമായ സെല്ലിംഗ് പ്രഷർ നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി നിഫ്റ്റി സ്മോൾ ക്യാപ്പിനും മിഡ് ക്യാപ്പിനും 1% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 7 പൈസയുടെ നഷ്ടത്തോടുകൂടി 90.95 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. IDFC ഫസ്റ്റ് ബാങ്കിൽ നിന്ന് സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ട 556 കോടി രൂപ കണ്ടെടുത്തതായി ഹരിയാന മുഖ്യമന്ത്രി പറയുകയുണ്ടായി. തൽഫലമായി ഇന്നലെ 18% ഇടിവ് നേരിട്ടിരുന്ന സ്റ്റോക്കിൽ നിന്ന് 1% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ അതിശക്തമായ ഒരു നഷ്ടത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. പരമ്പരാഗതമായ സോഫ്റ്റ്വെയർ സിസ്റ്റങ്ങളുടെ നവീകരണത്തിന്റെ ചിലവും സങ്കീർണതയും ഗണ്യമായി കുറയ്ക്കുവാൻ തങ്ങളുടെ ക്ലൗഡ് കോഡ് ഉപകരണങ്ങൾക്ക് കഴിയുമെന്ന് ആന്ത്രോപിക് അവകാശവാദം ഉയർത്തിയതിനെ തുടർന്ന് ഇന്ന് വീണ്ടും IT മേഖലയിൽ അതിശക്തമായ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടുകയുണ്ടായി. അത് നമ്മൾ ഇന്ന് എസ്പെഷ്യലി പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു. AI കമ്പനികൾ ഉയർത്തുന്ന വെല്ലുവിളിയെ തുടർന്ന് ഇന്നലെ US മാർക്കറ്റിലും ഹെവി വെയ്റ്റ് ടെക് സ്റ്റോക്കുകൾക്ക് ഇടിവ് നേരിടേണ്ടി വന്നു. അതിന്റെ ഒരു പ്രതിഫലനം ഇന്നലെ ഇൻഫോസിസ് ADRലും വിപ്രോ ADRലും പ്രകടവുമായിരുന്നു. ഇൻഫോസിസ് ADRന് 5%-ലേറെയും വിപ്രോ ADRന് 3%-ലേറെയും നഷ്ടം നേരിടേണ്ടതായിട്ടും US മാർക്കറ്റിൽ ഇന്നലെ വരികയുമുണ്ടായി. അതിന്റെ ഒരു വ്യക്തമായ പ്രതിഫലനം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും പ്രകടമായിരുന്നു. തൽഫലമായി നിഫ്റ്റി IT ഇൻഡെക്സ് ഇന്ന് ഫ്രഷ് 52 വീക്ക് ലോയും ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. 30,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും ഇൻട്രാഡേ ബേസിസിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് 29,875 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. തൽഫലമായി ഇന്ന് നിഫ്റ്റി IT ഇൻഡെക്സിന് സിംഗിൾ ഡേയിൽ 4.25% നഷ്ടത്തോടുകൂടി അഥവാ 1,497 പോയിന്റുകളുടെ നഷ്ടമാണ് നേരിടേണ്ടതായിട്ടും വരികയുണ്ടായത്. അതിനെ തുടർന്ന് നിഫ്റ്റി IT ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകളിൽ എല്ലാ സ്റ്റോക്കുകൾക്കും തന്നെ 2.5% മുതൽ 7%-നടുത്ത് നഷ്ടവും ഇന്ന് നേരിടേണ്ടി വന്നു. കോഫോജിന് 6%-നടുത്തും HCL ടെക്കിന് 6%-ന് മുകളിലും ഇൻഫോസിസിന് 3.92%-ന്റെയും L&T മൈൻഡ്രിക്ക് 6.84%-ന്റെയും എംഫസൈസിന് 3.76%-ന്റെയും ടെക് മഹീന്ദ്രയ്ക്ക് 6.63%-ന്റെയും നഷ്ടം നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. അതേസമയം TCSനും 4%-ന്റെ അടുത്ത് ഇന്ന് നഷ്ടം നേരിട്ടു. ഇവയിൽ നിന്നും നമുക്ക് ഇന്ന് നിഫ്റ്റി IT മേഖലയ്ക്ക് ഉടലെടുത്ത അവസ്ഥ മനസ്സിലാക്കാനും സാധിക്കും. നിലവിൽ തുടർച്ചയായി 2 മാസത്തിലേറെ കാലമായി ആഗോള വിപണിയിൽ എന്ന പോലെ തന്നെ ഇന്ത്യൻ IT മേഖലയ്ക്കും ശക്തമായ ഇടിവാണ് AI ഉയർത്തുന്ന വെല്ലുവിളികളെ തുടർന്ന് നേരിടേണ്ടതായിട്ടും വരികയുണ്ടായത്. ഈ 2 മാസങ്ങൾ കൊണ്ട്
കൊണ്ട് LICക്ക് ഇന്ത്യൻ IT മേഖലയിൽ നിന്നും 45,000 കോടി രൂപയുടെ മൂല്യശോഷണവും നേരിടേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യൻ IT മേഖലയ്ക്ക് നേരിടേണ്ടി വന്ന അതിശക്തമായ സെല്ലിംഗ് പ്രഷറാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. US സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ട്രംപിന്റെ സ്വീപ്പിംഗ് താരിഫുകൾക്കെതിരെ വിധി വന്നെങ്കിലും 15% പുതിയ താരിഫ് പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ഇന്നലെ മുതൽ വീണ്ടും ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ ദുർബലപ്പെടുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. തൽഫലമായി നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ ഇന്നും ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ 7 പൈസയുടെ നഷ്ടം നേരിടേണ്ടി വന്നതും ഇന്ത്യൻ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് തള്ളിവിടുവാൻ ഇടയാക്കി. കാരണം ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വികർഷിക്കുന്ന ഒരു പ്രധാന ഘടകമായതിനാലും കൂടാതെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ് ഇക്വിറ്റി മാർക്കറ്റിനെയും ഡയറക്റ്റ് ആയിട്ട് പ്രഷർ ചെയ്യുമെന്നുള്ളതിനാൽ തന്നെ ഇന്നലെ US മാർക്കറ്റിൽ നമ്മൾ കണ്ടിരുന്നു S&P 500നും നാസ്ഡാക്കിനും 1% നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. അതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് യൂറോപ്യൻ ഏഷ്യൻ മാർക്കറ്റ്സിൽ പ്രകടവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ അനുഭവപ്പെട്ട വീക്ക്നെസ്സും കൂടാതെ ഇന്ന് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയർ ആയതിനാൽ തന്നെ ട്രേഡേഴ്സ് പൊസിഷൻസ് ഒക്കെ സ്കോർ ഓഫ് ചെയ്യുന്നതിനാലും റോൾ ഓവർ ചെയ്യുന്നതിനാലും അനുഭവപ്പെടുന്ന വോൾട്ടാലിറ്റിയും ഇതിനു പുറമെ ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിലും നേരിയ തോതിലാണെങ്കിലും ഉയർച്ച തുടരുക തന്നെയുണ്ടായി. ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഉയർച്ചയും നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിച്ചു. ഈ പറഞ്ഞ ഘടകങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. എന്നാൽ അതേസമയം ഇന്ന് ഇന്ത്യ വിക്സില് നേരിയ ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 15 എന്ന ലെവലിന് തൊട്ടടുത്തായിട്ട് എത്തിച്ചേർന്നെങ്കിലും പിന്നീട് ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആവുകയും ചെയ്തു. മാർക്കറ്റിന് ഇന്ന് വലിയ ഇടിവ് നേരിടേണ്ടി വന്നെങ്കിൽ കൂടിയിട്ടും വിരോധാഭാസമായി തന്നെ നേരിയതാണെങ്കിലും 0.14% ഇടിവോടുകൂടി 14.15 എന്ന ലെവലിലായിട്ട് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും ഇന്ത്യ വിക്സിനും ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായിട്ടും സാധിച്ചു. ഇതുകൂടാതെ നാളെ രാവിലെ ഇന്ത്യൻ സമയം 7:30 US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും യൂണിയൻ സ്പീച്ച് വരുന്നതിന് മുന്നോടിയായിട്ട് മാർക്കറ്റും നിക്ഷേപകരും പുലർത്തിയ ജാഗ്രതയും ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും ഇന്ന് സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. രാവിലെ നമ്മൾ കണ്ട പോലെ തന്നെ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നേരിയ തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് 89 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%, ഫ്രാൻസ് മാർക്കറ്റ് നേരിയ നഷ്ടത്തോടുകൂടിയും വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജർമ്മൻ മാർക്കറ്റിന് നേരിയ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം നടത്തുവാനുമാകുന്നു ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ത്യ, സിംഗപ്പൂർ, ഹോങ്കോങ്, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ബാക്കി എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഉയർച്ച തന്നെയാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില 71.49 $US പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില 66.49 $US പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയിൽ 1% ഇടിവാണ് നിലവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതും 5178.30 $US പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അദാനി പവർ തമിഴ്നാട്ടിൽ നിന്ന് 558 മെഗാവാട്ട് വൈദ്യുതി വിതരണ കരാർ കമ്പനി നേടിയെടുക്കുകയുണ്ടായി. സ്വിസ്ലോൺ എനർജി ഗ്രൂപ്പിന്റെ പുതിയ CEO ആയി ശ്രീ അജയ് കുമാർ കപൂറിനെ നിയമിച്ചു. ഏഞ്ചൽ 1 മുമ്പ് അംഗീകരിച്ച 1:10 എന്ന റേഷ്യോയിലുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ റെക്കോർഡ് ഡേറ്റ് ഫെബ്രുവരി 26 കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. എറീസ് ലൈഫ് സയൻസ് ടൈപ്പ് 2 പ്രമേഹത്തിലും ഭാരനിയന്ത്രണത്തിലും വ്യാപകമായി ഉപയോഗിക്കുന്ന സെമാഗ്ലൂട്ടൈഡ് ഇന്ത്യയിൽ പുറത്തിറക്കുന്നതിനായി നാറ്റ്കോ ഫാർമയുമായി കമ്പനി സഹകരണം പ്രഖ്യാപിച്ചു. ഫ്രാക്ടൽ ഇൻഡസ്ട്രീസ് ഇന്ന് സ്റ്റോക്ക് IPO പ്രൈസിൽ നിന്നും 6% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി SME പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ബ്രഹ്മപുത്ര ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ ഗവൺമെന്റിന്റെ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിൽ നിന്നും 397 കോടി രൂപയുടെ നാഷണൽ ഹൈവേ പദ്ധതി കരാർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. KEC ഇന്റർനാഷണൽ 800 കോടി രൂപ മൂല്യം വരുന്ന 100 മെഗാവാട്ട് ഡാറ്റാ സെന്റർ സിവിൽ പ്രോജക്ട് കമ്പനി ഇന്ന് പൂർത്തിയാക്കുകയുണ്ടായി. കൂടാതെ സമീപ ഭാവിയിൽ ഡാറ്റാ സെന്റർ സിവിൽ ജോലികളിൽ നിന്ന് പ്രതിവർഷം ഏകദേശം 1000 കോടി രൂപ ടാർഗറ്റാണ് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നതെന്നുമുള്ള പ്രഖ്യാപനം വരികയുണ്ടായി. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ മഹിസ്ത്രിക്കി പ്ലാന്റിൽ പ്രത്യേകം കാർബൺ ബ്ലോക്ക് വാണിജ്യ പ്രവർത്തനങ്ങൾ കമ്പനി ആരംഭിക്കുകയുണ്ടായി. വോൾട്ടാസ്
കമ്പനി AC യുടെ വില 5% മുതൽ 15% വരെ വർദ്ധിപ്പിക്കുവാൻ പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. LIC മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ IT മേഖലയിലെ വൻ ഇടിവ് കാരണം 2 മാസത്തിനുള്ളിൽ 42,500 കോടി രൂപയുടെ കുറവ് കമ്പനിയുടെ നിക്ഷേപത്തിന്റെ മൂല്യത്തിൽ വരികയുണ്ടായി. ഇതിൽ ഇൻഫോസിസിനും TCSൽ നിന്നും മാത്രമായി 26,510 കോടി രൂപയുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.